വെൽക്കം ടു യൂട്യൂബ് ചാനൽ പൊന്നു തനി ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സൺഡേ ആണ്. ഞാനിപ്പം വെറുതെ ഇവിടെ ഇരിക്കുകയായിരുന്നു. നിങ്ങൾ വിചാരിക്കും തനു എവിടെ പോയെന്നല്ലേ? തനു TV കാണുകയാണ്, ഞാനിവിടെ ഇരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. അതാണ് ഞാൻ വ്ളോഗ് എടുത്തത്. വെളിയിലോട്ടൊന്നും ഇറങ്ങാനേ പറ്റുന്നില്ല, നല്ല വെയിലാണ്. രാത്രിയൊക്കെ ആകുമ്പോഴും കുഴപ്പമൊന്നുമില്ല, രാവിലെ ആകുമ്പോൾ പൊള്ളുന്ന വെയിലാണ്. നമ്മുടെ ഇവിടെ അങ്ങനെ ഇവിടൊക്കെ ആകുമ്പോഴേ ഇച്ചിരി തണൽ വരുന്നുള്ളൂ. ഇവിടൊക്കെ ഭയങ്കര തണലാണ്. പക്ഷെ റോഡിൻ്റെ സൈഡ് കണ്ടോ, ഭയങ്കര വെയിലാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇപ്പം തനു ഇവിടുന്ന് TV കാണുകയാണ്. അപ്പോൾ വീഡിയോ പൊന്നുമാണ് ഇൻട്രോ ഒക്കെ നടത്തിയത്. എന്നാലും അത് കഴിഞ്ഞ് വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതി. അല്ല, മൊത്തം സൗണ്ടാണ്. അതുകൊണ്ട് ഞാനാണ് വോയിസ് ഓവർ കൊടുത്തത്. അപ്പോൾ തനു വേറെ പണിയൊന്നും ഇല്ലല്ലോ, പരീക്ഷയൊക്കെ കഴിഞ്ഞുകൊണ്ട് വേറെ പണിയൊന്നുമില്ല, TV കാണൽ തന്നെ. അപ്പം എനിക്കാണെങ്കിൽ നല്ല പണിയെന്ന്. ഇപ്പം സൺഡേ ആയതുകൊണ്ട് എന്തെങ്കിലും ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. അല്ലാത്ത ദിവസമെല്ലാം നമുക്ക് എന്നും ഡെയിലി റൊട്ടീൻ പോലെ സാമ്പാർ, അവിയൽ ഇതൊക്കെ തന്നെയല്ലേ മീൻ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഫ്രൈഡ് റൈസും ചിക്കനും ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. കുറേ നാളായി ഞാൻ ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാനത് ഉണ്ടാക്കാനുള്ള ധൃതിയാണ്. രാവിലെ ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു, വെട്ടിക്കോട്ട് അമ്പലത്തിൽ പോയായിരുന്നു. അത് കഴിഞ്ഞ് വന്നാണ് പരിപാടി. ഇപ്പം നല്ല വെയിലാണ്, പുറത്തെല്ലാം നല്ല വെയിൽ. അപ്പം നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ, നല്ല ചൂടും ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഓരോ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയ വകയിൽ മേടിച്ചതാണ് ഗൈസ് ഇത്. ഇവളെ കൊണ്ടുപോയില്ല, തനുവിനെ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നേ ഞാൻ കടയോടെ മേടിച്ചുകൊണ്ട് വരേണ്ടി വന്നേനെ. അപ്പോൾ അവളെ കൊണ്ടുപോയില്ല. അപ്പം എൻ്റെ അടുത്ത് ഓർഡർ തന്നു വിട്ടതാണ്. ഇതല്ലായിരുന്നു ഓർഡർ തന്നു വിട്ടത്. അപ്പം ഞാൻ ഇതിലൊന്നും ഒതുക്കി. ഇപ്പം ഞാൻ ഇനി ഫ്രൈഡ് റൈസിലേക്കുള്ള ബീൻസ് അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, ബീൻസ് അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ പുറത്താണ്, ചോറ് എല്ലാം റെഡി ആവാനായിട്ട് അടപ്പയിലെല്ലാം അരിയൊക്കെ ഇട്ടേക്കുവാണ്. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ടെല്ലാം കൂടെ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഫുൾ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഫ്രൈഡ് റൈസിലേക്കുള്ള ബീൻസൊക്കെ അരിഞ്ഞ്, ബീൻസും ക്യാരറ്റും കൂടാണ് അരിഞ്ഞ്. അപ്പോൾ അവിടെ അച്ഛൻ വിളിച്ച്. പിന്നെ അച്ഛനെ ഇതൊക്കെ കാണിക്കുക. പിന്നെ അമ്മുമ്മ അവിടെ ഇരിപ്പുണ്ട്. അമ്മുമ്മ അപ്പൂപ്പനും ഒക്കെ ഉണ്ട്. എല്ലാവരും ആഹാരം കഴിയും. ഇന്ന് ഇച്ചിരി ലേറ്റായി ആഹാരം. ലേറ്റെന്ന് വെച്ചാൽ 2 മണിയായി. അമ്പലത്തിലൊക്കെ പോയിട്ട് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ലേറ്റായി പോയപ്പോഴത്തേക്ക് ഇപ്പോൾ റൈസെല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഫൈനൽ ലുക്കാണ് ഫ്രൈഡ് റൈസിൻ്റെ. ഞാനിങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. മല്ലിയില കിട്ടിയില്ല ഗൈസ്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആഹാരം കൊടുക്കുവാണ്. അപ്പോൾ ഓരോരുത്തർക്ക് വിളമ്പുവാണ്. ഓരോരുത്തരുടെ പരുവത്തിനനുസരിച്ച് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തായാലും ഇന്ന് തനു തന്നെ കഴിച്ചോളും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വാരി കൊടുക്കണം. ഇതാകുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്. പിന്നെ ഇവർക്ക് 2 പേർക്ക് ലെഗ് പീസ് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലെഗ് പീസ് നോക്കി അതാണ് ഞാൻ എടുക്കുന്നത്. 2 പേർക്ക് ഓരോ ലെഗ് പീസ് കൊടുക്കും. ഇപ്പം ഫുഡൊക്കെ കഴിഞ്ഞ് TV കാണാനിരിക്കുകയാണ്. നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ ലോക മൂവി റിലീസായിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കാണുകയാണ്. അപ്പം അത് തുടങ്ങുവാൻ പോകുന്നു. അപ്പം ഇനി ഞങ്ങാനും അതൊന്ന് കാണട്ടെ. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞങ്ങളിത് കാണട്ടെ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കാണട്ടെ. അപ്പം ടാറ്റാ, ഓക്കെ, ബൈ ബൈ.